അങ്ങനെ ഫൈനൽ ഫോറിൽ ഇംഗ്ലണ്ട് ഇടം പിടിച്ചു. അതിന് പിന്നാലെതായി ഇപ്പോൾ അർജന്റീനയും ഫൈനൽ ഫോറിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അർജന്റീന ഇംഗ്ലണ്ടാണ് അടുത്ത സെമി പോരാട്ടം. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ്. അപ്പം ഇന്നത്തെ മത്സരത്തിൽ കളിച്ചതുപോലെ അർജന്റീന കളിച്ചാൽ ഇംഗ്ലണ്ടുമായുള്ള ഇംഗ്ലീഷ് പരീക്ഷ അല്പം പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കോഴിക്കോടേക്ക് പോകാം. അവിടെ അർജന്റീന ആരാധകർ വലിയ ആവേശത്തിലാണ്. KV രാഹുൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുലിന് ഇത് കാണുമ്പം ഇപ്പം പലരും പല ടീമുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അർജന്റീനയ്ക്കെതിരെ ഒരു മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. പുറത്തായ ബ്രസീലും പോർച്ചുഗലും എല്ലാവരും കൂടി ചേർന്നൊരു മുന്നണി. അതിന്റെ ഭാഗമാണോ രാഹുൽ? അല്ല, മുന്നണിയുടെ ഭാഗമായിട്ടൊന്നും നമ്മളില്ല. ഏതായാലും ബ്രസീലിന്റെ ആരാധകരായിരുന്നു. ഏത് മുന്നണിയിലൊന്നും ചേർന്നിട്ടില്ല. വലിയ ആവേശമാണ് അർജന്റീന ആരാധകർ. ഒരു കിരീട നേട്ടം എങ്ങനെയാണോ ആഘോഷിക്കുക അതുപോലെ തന്നെയാണ്. ആ ഡാൻസിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ സ്വിറ്റ്സർലൻഡ് ഗോൾ മടക്കിയപ്പോ? കാരണം എന്താ പറയുക, നമുക്കറിയാതെ കളിയല്ലേ, കുറച്ച് സമയം എടുക്കും. ഒരു 15 മിനിറ്റും കൂടി നമ്മളെ പ്രതീക്ഷിച്ചത് 90 മിനിറ്റ് അടിക്കുന്നതാണ്. പക്ഷെ അത് അടിച്ചില്ല. പിന്നെ ഒരു 15 മിനിറ്റിൽ അടിക്കുന്ന പറഞ്ഞ് സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പം അത് നാളെ മറിച്ച് വെക്കാൻ പറയുന്നുണ്ട്. ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ജയിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞാൻ 3-1 എന്ന് പറഞ്ഞപ്പോൾ ഇന്നെ അവിടെ വെല്ലുവിളിച്ച ടീമുണ്ടായിരുന്നു. 119 മിനിറ്റിൽ ഗോൾ അടിക്കാത്തപ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ. ഇപ്പൊ അവരൊന്നും എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. 110 ഓടിയിട്ട് കണ്ടം ഓടിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ നോക്കിക്കോ, എഴുതി വെച്ചോ, അടുത്ത വേൾഡ് കപ്പ് മെസ്സിന്റെ പേരിൽ ചരിത്രം കുറിക്കി വെക്കൂ. തുടർച്ചയായി 2 ഗെയിം 2 വേൾഡ് കപ്പ് അടിച്ചെടുക്കുന്ന സാധനം മെസ്സി ആയിരിക്കും. അതായത് അർജന്റീന തന്നെ ആയിരിക്കും. എങ്ങനെ ഉണ്ടാവും? ഇംഗ്ലണ്ട് പൊട്ടു, 2-1 പൊട്ടു. അതിൽ നമ്മൾ മീശ പഠിച്ച് നടക്കുക. മാതൃഭൂമി ഉണ്ടല്ലോ, മീശ പഠിച്ച് നടക്കൂ. ആരെ എക്സ്പെക്ട് ചെയ്യാണ്ടുണ്ടോ? മീശ പഠിച്ച് നമ്മൾ നടക്കൂ. ജിത്തു അറിയോ? കോഴിക്കോട് കൊയിലാണ്ടി നമ്മൾ നടന്നിരിക്കൂ. അതുപോലെ തന്നെ ഇവർ തിരിച്ചു വെക്കാൻ വേണോ? തിരിച്ചു വെക്കാനുള്ള തന്റെ ഒരു ആർജവം അവർ കാണിക്കണോ? അത് കാണിക്കുന്നില്ല. കാരണം ഇന്ന് കണ്ടില്ലേ, ആർക്ക് വേണം ചലഞ്ച് ഏറ്റെടുക്കാം. നമ്മൾ മീശ പഠിച്ച് നടക്കൂ. അതിലൊരു സംശയമില്ല. അതാണ് അർജന്റീന. മനസ്സിലായില്ലേ? നമ്മളോട് കളിക്കാനായിട്ടില്ല. യെസ്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. കണ്ടോ, നമ്മളൊക്കെ തീർച്ചയായിട്ടും മൊത്തം അതല്ല, ഏറ്റെടുക്കുന്നവർക്ക് ആ ചലഞ്ച് ഏറ്റെടുക്കുക കേട്ടോ. നിങ്ങൾ അർജന്റീനക്കാരാ? ഞാൻ അർജന്റീന അല്ല, ഞാൻ ബ്രസീലാ. ഇംഗ്ലണ്ട് സെമി ഫൈനൽ എന്തായാലും പൊട്ടും. ഇംഗ്ലണ്ടിന്റെ കൂടെ എന്തായാലും പിടിച്ചിരിക്കാൻ കഴിയൂല. സെമി ഫൈനലിൽ അർജന്റീന പൊട്ടിയിരിക്കും. കളി മൊത്തം കടിച്ച് എങ്ങനെയുണ്ട് അർജന്റീന? കളി ലാസ്റ്റിലേക്ക് പോലെ എങ്ങനെയോ ജയിക്കണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയാം പഠിച്ചോനെ. പക്ഷെ ഇന്നത്തെ റഫറി ഒക്കെ ടീക്കായിരുന്നു. അർജന്റീന കളിച്ച് ജയിച്ചാണ്. ഇന്നത്തെ ഒക്കെ ടീക്കാണ്. നിങ്ങളോ? അർജന്റീന തകർത്തു. ഈ മത്സരം മതിയോ? ഇല്ല, അടിപൊളിയാക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് വെക്കുന്നത്. അർജന്റീനയാ? അർജന്റീന ഞങ്ങൾ ജയിക്കൂ, കപ്പടിക്കൂ. ജയിക്കുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്താ പറയുന്നത്? കളി സൂപ്പർ, ഒന്നും പറയാനില്ല. മെസ്സി ഗോൾ അടിച്ചിരുന്ന ഒറ്റ വിഷമമുള്ളത്. അത് അടുത്ത കളിയിൽ ഡബിൾ അടിക്കൂ മെസ്സി. സെമിയിൽ മെസ്സിക്ക് ഡബിളാ. മെസ്സി കപ്പടിക്കുന്ന ഷുവറാ. കാരണം ആ രീതിയിലാണ് കളി മുന്നോട്ട് പോകുന്നത്. എതിരാളികൾ വലുതായിക്കോട്ടെ, ഓരോ ടീമിനനുസരിച്ച് കളി മാറ്റുന്നുണ്ട് അർജന്റീന. എന്തായാലും കപ്പടിക്കുന്ന ഷുവറാണ്. ഫ്രാൻസ് എന്തായാലും എത്തൂല. സ്പെയിൻ അർജന്റീന ഫൈനലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എല്ലാവരും കളിച്ച്, മെസ്സിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി കളിച്ച്. മെസ്സി ഗോൾ അടിക്കാൻ ശ്രമിച്ചില്ല അങ്ങനെ. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു വാമോസ്. അപ്പൊ ഇനി സെമിയിലേക്ക് ഹാരി കെയ്ൻ ഉണ്ട്, ജൂഡ് ബെല്ലിംഗം ഉണ്ട്. എല്ലാരും നേരിടണം. അങ്ങനെ ഉണ്ടാവും. സെമി എങ്ങനെ ഉണ്ടാവും? സെമിയിലേക്ക് സെമിയിൽ ഇംഗ്ലണ്ടിനായിട്ട് നാളെ കൊടുക്കും. ഈ കളി തന്നെ വെച്ചിട്ട് ഇംഗ്ലണ്ടിനെ അടിക്കും. ആരിക്കൈനെ അർജന്റീനക്ക് ഒന്നല്ല, മനസ്സിലായില്ലേ? 2-0 ഇംഗ്ലണ്ടിനെ അടിക്കും. നമ്മള് ഒരു തർക്കം 90 മിനിറ്റിൽ പണിയാക്കും. 90 മിനിറ്റിൽ പണിയാക്കും. റെഡ് കാർഡ് കണ്ട് പോയതാണ് നേരത്തെ. എന്നിട്ട് എക്സ്ട്രാ ടൈം വരെ അല്ല, ചോദിക്കട്ടെ, 2 മഞ്ഞ കിട്ടിയാൽ സംഭവം റെഡ് കൊടുക്കണോ? അതാണ് ചെയ്തത്. നല്ല കളി കളിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ്. ഒരാൾ പോയിട്ട് നല്ല കളി കളിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിലാണ്, ഇഞ്ചുറി ടൈമിലാണ് അടിച്ചതെങ്കിലും നല്ല ഗോളാണ്. 2 ഗോൾ അടിച്ചതും. ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡും അല്ലല്ലോ സെമിയിൽ കളി. നല്ല കളി കളിച്ചിട്ട് അർജന്റീന ആണ് ജയിച്ചല്ലേ? അപ്പൊ അർജന്റീന ഇംഗ്ലണ്ടും സെമിയിൽ. വിമർശകർക്കുള്ള മറുപടി എന്നും ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള പാരമ്പര്യമാണ് അർജന്റീന. അത് ഫൈനലിലും തുടരും.
സെമി നമ്മൾ പൊളിച്ചു. ഇത് കളി കഴിഞ്ഞ് കുറെ പേരൊക്കെ പിരിഞ്ഞ് പോയിട്ടുണ്ട്. തകർത്തോ? പിന്നെ തകർത്ത് മെസ്സി തകർത്ത് മെസ്സി ഗോൾ അടിച്ചില്ല. മെസ്സി ഗോൾ അടിക്കാത്ത ആദ്യത്തെ വിജയമാണ്. മെസ്സി ഗോളടിക്കാത്ത ആദ്യ മാച്ചാണ്. സ്വിറ്റ്സർലാൻഡ് ഡിഫൻസ് ഫുള്ള് സീനാണ്. അതുകൊണ്ടാണ് ടൈമിന് കിട്ടാത്ത എക്സ്ട്രാ ടൈമിന് പ്ലാൻ അടിച്ചാണ്.